അഭിഭാഷകരായ CK ശ്രീധരനും കുമാരൻകുട്ടിയുമാണ് TP കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ. ഒരു വർഷം നീണ്ട വിചാരണയ്ക്കിടെ പോലീസിന്റെ വാദങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞെന്ന ആത്മവിശ്വാസം ഇവർക്കുണ്ട്. സാക്ഷികളുടെ കൂറുമാറ്റം കേസിന്റെ വിധിയെ സ്വാധീനിക്കില്ലെന്ന് P. കുമാരൻകുട്ടി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലെ പ്രതികൾക്കെതിരായി ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റങ്ങളൊക്കെ തെളിയിക്കുന്നതിന് ആവശ്യമായ തെളിവ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള നീതിപൂർവകമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ വിശ്വാസം. TP കേസിലെ ഗൂഢാലോചന അടക്കം കോടതിയിൽ തെളിയിക്കപ്പെടുമെന്നാണ് RMB നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ. വിധി പ്രതികൂലമായാലും അനുകൂലമായാലും കോടതി വിധിയെ ഞങ്ങൾ അങ്ങേയറ്റം മാനിക്കും. ഞങ്ങൾ ഈ സമൂഹത്തിലെ നീതിന്യായ സംവിധാനത്തെ അങ്ങേയറ്റം ബഹുമതി നൽകുന്ന പാർട്ടിയാണ്. വിധി പ്രതികൂലമാണെങ്കിലും അതിനെ നിയമപരമായുള്ള പോരാട്ടം ഞങ്ങൾ തുടരും. TP ചന്ദ്രശേഖരന്റെ ബന്ധുക്കളും RMB നേതാക്കളും വിധി കേൾക്കാൻ കോടതിയിലെത്തും. രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള വിധി രാഷ്ട്രീയ നിരീക്ഷകരും ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. മീഡിയ 1